പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാറൂൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരുടെ കഥയിലുള്ള കഥാപാത്രമാണ് ഖാറൂൻ? സൂറത്തുൽ ഗാഫിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് അർസൽനാ മൂസ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ ഇലാ ഫിർഔന വഹാമാന വഖാറൂൻ. മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു ഒരുപാട് മിറാക്കിൾസോട് കൂടെ അയക്കുന്നത് ആരിലേക്കാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്ന് ഫിർഔൻ, പിന്നൊന്ന് ഫിർഔനിൻ്റെ മന്ത്രി ഹാമാൻ, മറ്റൊന്ന് ഖാറൂനിലേക്കും കൂടിയാണ്. സോ ഹൂ ഇസ് ഖാറൂൻ? ഫിർഔനിൻ്റെ കൂടെ തന്നെ പേര് മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാമാനിനെ പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഖാറൂന് ഫിർഔനിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള അതേ വംശത്തിൽ പെട്ടിട്ടുള്ള ആളായിരിക്കും അല്ലേ? ബട്ട് ഹീ ഈസ് നോട്ട്. ഖാറൂൻ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വംശത്തിൽപ്പെട്ടിട്ടുള്ള ആളായിരുന്നു. പക്ഷെ മൂസ നബിയെ അയച്ചത് ഖാറൂനിലേക്ക് കൂടിയാണെങ്കിൽ ഖാറൂൻ വാസ് എൻ ഇസ്രായേലൈറ്റ് ഫ്രം ദ പീപ്പിൾ ഓഫ് മോസസ്. പക്ഷേ ഹി റിബൽഡ് എഗെയിൻസ്റ്റ് ഹിസ് ഓൺ പീപ്പിൾ. ഫിർഔനിൻ്റെ കൂടെ ചേർന്ന് ബനു ഇസ്രായേലികൾക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഖാറൂൻ എന്ന് പറയുന്നത്. അതോടൊപ്പം വലിയ സമ്പന്നനായിരുന്നു. വിശുദ്ധ ഖുർആൻ ഖാറൂനിൻ്റെ സ്വത്തിനെയും മുതലിനെയൊക്കെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സൂറകളിലായിട്ട്. സ്റ്റോർ ഹൗസസ് ഓഫ് ഖാറൂൻ വുഡ് ബേർഡൻ എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ മെൻ എന്ന് പറയുന്നുണ്ട്. ഖാറൂനിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ എടുത്തു നടക്കാൻ തന്നെ അതിശക്തന്മാരായിട്ടുള്ള ആളുകൾ വേണ്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പവർഫുൽ മെൻ, ശക്തന്മാരായ ആളുകൾക്ക് പോലും ആ താക്കോലുകൾ താങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ആ വെൽത്ത് കൊണ്ട് ഖാറൂൻ എന്താ ചെയ്തതെന്നറിയോ? ഖാറൂൻ അഹങ്കരിച്ചു. ഫിർഔനിൻ്റെ അതിക്രമങ്ങൾക്കൊക്കെ ഖാറൂൻ ഫണ്ട് ചെയ്തു. സമ്പന്നനായിട്ടുള്ള ഖാറൂനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആളുകളും, പക്ഷേ ദുനിയാവല്ല വലുത് എന്ന് മനസ്സിലാക്കിയിട്ട് സമ്പത്തൊക്കെ അള്ളാഹുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാറി നിന്ന ആളുകളും അവിടെ ഈജിപ്തിൽ അന്നുണ്ടായിരുന്നു. സോ ദ ബിലീവേഴ്സ് ഓഫ് അള്ളാഹ് who desired only the home of the hereafter advised ഖാറൂൻ സമ്പത്ത് എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അതിന് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നതൊക്കെ വിശ്വാസികൾ ഖാറൂനിന് ഇങ്ങനെ കാട്ടിക്കൊടുത്തു, അഡ്വൈസസ് കൊടുത്തു. പക്ഷേ ഖാറൂൻ അഹങ്കാരിയായിരുന്നു, ഫിർഔനിനെ പോലെ തന്നെ. സോ സൂറത്തുൽ ഖസസിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഖാല ഇന്നമാ ഊതീതുഹു. അവൻ പറഞ്ഞു, ഖാറൂൻ പറയുന്നത് എന്താണെന്നാണ് അള്ളാഹു പറയുന്നത്. ഖാറൂൻ പറയുകയാണ്, ഇന്നമാ ഊതീതുഹു, തീർച്ചയായും ഇതൊക്കെ എനിക്ക് ലഭിച്ചത്, എനിക്ക് നൽകപ്പെട്ടത്, അല ഇൽമിൻ ഇൻദി, ഇറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് എ സർട്ടൻ നോളജ് ദാറ്റ് ഐ ഹാവ്. എനിക്കുള്ള എൻ്റെ ഇൽമു കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്കിതൊക്കെയും കിട്ടിയത്. അവലം യഅലം. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, അവലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലെന്നോ? അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഖദ് അഹ്ലക, അവന് മുമ്പ് നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. മിൻ ഖബ്ലിഹി എന്ന് പറഞ്ഞാൽ അവന് മുമ്പ്, അഹ്ലക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. അവന് മുമ്പ് അള്ളാഹു നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്നോ? ആരെയാണ് നശിപ്പിച്ചത്? മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ, those who were very stronger in might than he, അവനേക്കാൾ കരുത്തും സംഘബലവുമുള്ള ആളുകളെ. വ അക്സറു ജംഅ, അതോടൊപ്പം മോർ ന്യൂമറസ് ഇൻ മൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നല്ല സംഘബലമുള്ള, നല്ല ശക്തിയുള്ള ആളുകളെ, അവനേക്കാൾ, ഖാറൂനിനേക്കാൾ വലിയ ആളുകളെ അള്ളാഹു നശിപ്പിച്ചത് ഖാറൂൻ കണ്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ? വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ,
കുറ്റവാളികളോട്, മുജ്രിമൂൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളോട് അവരുടെ കുറ്റങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അഥവാ കുറ്റം ചെയ്തോ ഇല്ലേ എന്ന് നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളെ ശിക്ഷിക്കാനും നമ്മളെ പരീക്ഷിക്കാനും. അള്ളാഹ് ഡസ് നോട്ട് നീഡ് അവർ കൺഫെഷൻ ഓഫ് സിൻസ്. അപ്പോൾ ഇവിടെ ഖാറൂനിനെ നോക്കൂ, നമ്മുടെ കാലത്തുള്ള മുതലാളിമാരൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി ഉണ്ടാക്കിയതാണ് ഈ സമ്പത്തൊക്കെ, എൻ്റെ ബുദ്ധിയും ഹാർഡ് വർക്കും കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുകയായിരുന്നു ഖാറൂൻ. ഞാൻ നേടിയതെല്ലാം എൻ്റെ യോഗ്യത കൊണ്ട് നേടിയതാണ്, ഇത് ആരുടെയും ഔദാര്യമല്ല എന്ന മട്ടായിരുന്നു ഖാറൂനിന്. ഇതൊക്കെ കണ്ട് ഖാറൂൻ ഭാഗ്യം ചെയ്ത ആളാണ്, ഖാറൂനിനെ പോലെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളിങ്ങനെ VIP-കളെയൊക്കെ നോക്കി അവരെ പോലെ ആയിരുന്നെങ്കിൽ, അവരെ പോലെ എനിക്കും ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, കാർ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കാറില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിചാരങ്ങളെക്കുറിച്ച് സൂറത്തുൽ ഹദീദിൽ പറയുന്നുണ്ട്. യഅലമു അന്നമൽ ഹയാത്തദ് ദുനിയ, തീർച്ചയായും ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ദുനിയാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവും അലങ്കാരങ്ങളും പരസ്പരം ഇങ്ങനെ മത്സരിച്ച് പെരുമ പറയലും സ്വത്തുക്കളിലും മക്കളിലൊക്കെ പരസ്പരം എനിക്കാണ് നിനക്കാണ് എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കലും തന്നെയാണ്. ദുനിയാവിൽ അറ്റ്ലാസ്റ്റ് നമുക്ക് എന്താണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. ഒന്നും നമുക്ക് മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഖാറൂനിൻ്റേത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടൈം ഫോർ ഖാറൂൺസ് ജേർണി ടു കം ടു ആൻ എൻഡ്. അള്ളാഹു ഖാറൂനിനെ ശരിക്കും പരീക്ഷിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഖാറൂൻ ആ വെൽത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന്, എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് എന്ന്. അള്ളാഹ് ഓൾസോ ടെസ്റ്റഡ് ദ പീപ്പിൾ ത്രൂ ഖാറൂൻ. അവിടെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ കൂടെ അള്ളാഹ് ടെസ്റ്റ് ചെയ്യാണ്. പൈസ കണ്ടിട്ട്, സമ്പത്ത് കണ്ടിട്ട് ഖാറൂനിൻ്റെ കൂടെ കൂടിയ ആളുകൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് മനസ്സിലായി. ആൻഡ് അറ്റ് ലാസ്റ്റ് ഖാറൂൻ മെയ്ഡ് ഹിസ് ഫൈനൽ മൂവ്. അയാൾ കയ്യിലുള്ള എല്ലാ സമ്പത്തും അലങ്കാരങ്ങളും കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു വലിയ ആഡംബര പ്രകടനമായിരുന്നു അവിടെ ഖാറൂൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എ പബ്ലിക് ഷോ ഓഫ് ഹിസ് ലക്ഷൂറിയസ്നെസ്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെയും അവൻ്റെ ഭവനത്തെയും ഭൂമിയിൽ താഴ്ത്തി കളയുകയാണ് ചെയ്തത്. ഭൂമി പിളരുകയും അവനെയും അവൻ്റെ സമ്പത്തിനെയും നിധികളെയും ഖജനാവുകളെയും അതിൻ്റെ താക്കോലുകളെയും ഖാറൂനിൻ്റെ കൊട്ടാരത്തെയും സാമ്രാജ്യത്തെയും ഒന്നടങ്കം ഭൂമി വിഴുങ്ങിക്കളയുകയും ചെയ്തു. അതെങ്ങനെയാണ് സംഭവിച്ചത്, എന്ത് തരം വിഴുങ്ങലാണ് എന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ ലെസൺ ആണ്. അവൻ്റെ വമ്പിച്ച സമ്പത്തോ നിധികളോ ഒരു ഉപകാരവും ഖാറൂനിന് ചെയ്തില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഖാറൂനിനെ തടയാൻ അതിനായില്ല. അവൻ്റെ സമ്പത്ത് ആസ്വദിക്കാനായി അവൻ്റെ ചുറ്റും കൂടിയിരുന്ന കൂട്ടാളികൾ ആരും തന്നെ അവനെ സഹായിക്കാൻ വന്നതുമില്ല. ദൈവമാണ് എന്ന് വാദിക്കുകയും പരമാധികാരം എനിക്കാണെന്ന് ഭാവിക്കുകയും ചെയ്തിട്ടുള്ള ഖാറൂൻ്റെ കൂട്ടുകൂടിയായിരുന്ന സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ഫിർഔനിന് പോലും അവനെ സഹായിക്കാൻ സാധിച്ചിട്ടില്ല. ഖാറൂനിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ ഫിർഔൻ തികച്ചും അശക്തനായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ യാതൊരു സഹായിയോ രക്ഷകനോ ഇല്ലാതെ ഖാറൂൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഒറ്റയ്ക്ക് നേരിട്ടു. അടുത്ത ഒരു ചരിത്ര കഥയുമായി വീണ്ടും നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.